എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, ആ നാഗേന്ദ്രൻ്റെ പുറകെ അന്വേഷണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആദർശ എന്ന്. മുത്തശ്ശൻ ചോദിക്കും, അതെന്തിനാ അവൻ ഇനിയും അവൻ്റെ പുറകെ പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പം, അതല്ല, അവൻ ചെയ്ത കാര്യങ്ങൾ ഒക്കെ അവൻ ശങ്കരനോട് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ വീട്ടിൽ നിന്നും അവനെ പുറത്താക്കില്ല എന്നാണ് ആദർശ പറയുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിൻ്റെ പുറകെ പോകേണ്ട ഒരു ആവശ്യം അവനില്ല. ഇനി ഓണക്കാലമാണ് വരുന്നത്, അന്നേരം ബിസിനസ്സിലല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് അനി വരും കേട്ടോ. എനിക്ക് ആകെ ടെൻഷനാണ്. നാളെ ഡിവോഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ വാദം നടക്കുവാണ്. അന്നേരം നവീൻ ചതിക്കുമോ എന്നൊരു പേടി. അതുകൊണ്ട് തന്നെ മുത്തശ്ശനോട് ഇങ്ങനെ വിഷമിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നവീനല്ലേ ഇതിനു മുമ്പ് കേസൊക്കെ വാദിച്ചത്, അവൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ ഞാൻ തുറന്നു പറയാം, എനിക്കിപ്പം നന്ദുവിനെ ഇഷ്ടമാണ് എന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സ് നേടിക്കഴിഞ്ഞാൽ നന്ദുവിനെ വിവാഹം കഴിച്ചാലോ എന്ന് അവന് പേടി കാണും. അതുകൊണ്ട് അവൻ മിക്കവാറും ഡിവോഴ്സ് നടക്കാതിരിക്കാനുള്ളതൊക്കെ ചെയ്യും. അത് എനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് അവൻ്റെ മുത്തശ്ശനോട് വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാളെ വിളിച്ച് പറയാറില്ല. ഏതായാലും നിനക്ക് വേണ്ടിയില്ല, ഞാൻ വിളിക്കാം എന്ന് പറയുവാണേ. അത് കഴിഞ്ഞ് അനി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശൻ അനിയെ പിടിച്ചു നിർത്തും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ, ഇങ്ങനെ ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ തന്നെ ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുക. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെയുള്ള പ്ലാനൊന്നും എനിക്കില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി ഇനിയും അവന്തിക്ക് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ആ വിവാഹവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് അനി അങ്ങോട്ട് പോകുന്നത്. പോയി കഴിയുമ്പോൾ മുത്തശ്ശന് ആകെ വിഷമം. മുത്തശ്ശൻ പറയുവാണ്, നമുക്ക് അവന്തികയുടെ വിവാഹമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അന്ന് നന്ദുവിനെ പെണ്ണാലോചിച്ച് നമ്മൾ അവിടെ ചെന്നപ്പം കനകയും ഗോവിന്ദനും എതിർത്തായിരുന്നു. പക്ഷെ നമ്മൾ ഒന്ന് പ്രഷർ ചൊലുത്തിയിരുന്നെങ്കിൽ ചിലപ്പം വിവാഹം നടന്നേനെ എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്, അവർക്ക് ഈ വിവാഹം വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നിൽക്കുമല്ലായിരുന്നോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ നിർബന്ധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും അവരതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത് കാണിക്കുന്നു. അത് കഴിഞ്ഞ് നവീനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ നവീൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, എടാ, എന്നെ അനിയുടെ മുത്തശ്ശൻ വിളിച്ചിരുന്നു എന്ന്. അന്നേരം നവീൻ പറയും, വിളിച്ചിട്ട് കേസിൽ ആത്മാർത്ഥത കാണിക്കണം എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചേ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം നവ്യം പറയുന്നുണ്ട്, എനിക്ക് എന്നെ അത്ര വിശ്വാസം പോരാ മുത്തശ്ശ, അതുകൊണ്ടാണ് എന്ന്. അന്നേരം അതെന്താ അവന് വിശ്വാസക്കുറവ് വന്നത്, ഇതിനു മുമ്പ് അവൻ്റെ കേസൊക്കെ വാദിച്ചത് നീയല്ലായിരുന്നോ, എന്നിട്ടും ഇങ്ങനെ വരാൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ചെറിയ വിള്ളലൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടായെന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നവ്യം പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവന് ചില തെറ്റിദ്ധാരണകളുണ്ട്, അത് ഞാൻ നാളത്തെ കോടതിയിൽ മാറ്റിക്കൊടുത്തോളാം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഏതായാലും അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, എന്നിട്ട് കേസ് പഠിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വാ, നമുക്ക് 1 മണിക്കൂർ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം, അന്നേരം നിനക്ക് പുതിയ എന്തെങ്കിലും പോയിന്റുകൾ കൂടി കിട്ടിയാലോ, അതുകൊണ്ട് വന്നം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങ് പോയി കഴിയുമ്പം നവീൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എടാ അനി, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ല അല്ലേ, എങ്കിൽ നാളെ ഞാൻ ആരാണ് എന്ന് കാണിച്ചു തരാം എന്ന്. പിന്നെ കാണിക്കുന്നത് അനാമികയും വേണുവിനെയും രേവതിയൊക്കെയാണ്. അവരും ഈ കേസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവിടുന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കോമ്പൻസേഷൻ കിട്ടണം, അതെങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അങ്ങനെ കിട്ടുമ്പോൾ ഒരു 50 ലക്ഷം എനിക്കും അവളുടെ കാമുകനൂടെ കൊടുത്താൽ മതി, ഞങ്ങൾ ഫെബിനും കൂടെ കൊടുത്താൽ മതി, ഞങ്ങൾ അത് കഴിഞ്ഞ് അതുമായിട്ട് UK പൊക്കോളാം എന്നൊക്കെ പറയുമ്പോൾ, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് വേണു. ഏതായാലും ഇവർ നല്ലൊരു വക്കീലിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വാദിക്കാൻ വേണ്ടി. നവീനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആ രീതിയിൽ ഇത്തിരി വെളിവുള്ള ആളായിരിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ. അന്നേരം അനാമിക പറയുന്നുണ്ട്, ശരിക്കും നന്ദുവിൻ്റെ പേരിൽ അനിയും നവീൻ വക്കീലും തമ്മിൽ നല്ലൊരു അടി നടക്കുമായിരുന്നെങ്കിൽ അയാൾ നമ്മുടെ ഒപ്പം നിന്നേനെ, അനി ജയിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, രാവിലെ തന്നെ നമുക്ക് വിഘ്നേശ്വരനെ കണ്ടെന്ന് തൊഴുതിട്ട് വേണം കോടതിയിലേക്ക് പോകാൻ, ആ സമയത്ത് നീ ഇതൂടെ ഭഗവാനോട് പറഞ്ഞു, ചിലപ്പോൾ നടന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതേക്കും നവീൻ വിളിക്കുക. അന്നേരം രേവതി പറയും, മിക്കവാറും കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട, അനന്തപുരിക്കാർ വല്ല കോമ്പൻസേഷനും തരാം എന്നൊക്കെ പറഞ്ഞോന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എടുത്തു നോക്ക് എന്ന് പറയും. അങ്ങനെ നവീൻ്റെ ഫോൺ എടുത്ത് കഴിയുമ്പോൾ നവീൻ ചോദിക്കും, കേസിൽ നിന്ന് പിന്മാറുന്നതല്ലേ നല്ലത് എന്ന്. അന്നേരം പിന്മാറാം, എന്താ അനന്തപുരിക്കാരെ എന്തെങ്കിലും കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ടാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, അവരൊരു 10 പൈസ തരാമെന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ കേസ് വാദിച്ച് വക്കീലിന് കൊടുക്കുന്ന പൈസയും കൂടെ കളയണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, ഏതായാലും
കഴുത്തറ്റം വരെ മുങ്ങി നിൽക്കുവാണ്. ഇനി പലിശക്കാരന് കുറച്ച് പലിശയും കൂടെ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുക. അന്നേരം നവീൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അന്നേരം വേണു പറയും ഉണ്ടോ ഇല്ലയോ എന്ന് നാളെ കാണാം, ഞങ്ങൾ വെച്ചേക്കുന്നതും നല്ലൊരു വക്കീലിനെയാണ് എന്ന്. അന്നേരം നവീൻ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ച് പൈസ മേടിക്കും, ഞാനൊന്ന് കാണട്ടെ എന്ന്. ആ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിയുമ്പം രേവതി ചോദിക്കും എന്തിനായ അവനെ വെല്ലുവിളിക്കാൻ പോയത്, വെറുതെ വാശി കയറ്റണ്ടായിരുന്നു എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് പിന്നല്ലാണ്ട് അവൻ എന്നോട് പറയുവാണ് കോമ്പൻസേഷനൊന്നും അനന്തപുരിക്കാർ തരികയില്ല, പക്ഷെ കേസ് പിൻവലിക്കണമെന്ന്. അത് നമ്മൾ കേൾക്കണമെന്ന് ചോദിക്കുമ്പോൾ നാണം കെട്ടവൻ എന്നൊക്കെ പറയുന്നുണ്ട് അനാമികയെ. ഏതായാലും നാളെ കേസ് വാദിക്കുമെന്നും അതിൻ്റെ അന്ന് കുറച്ച് കോമ്പൻസേഷൻ കിട്ടുമെന്നും ഉള്ള പ്രതീക്ഷയിലിരിക്കുവാണ് 3 പേരൂടെ. പിന്നെയും കാണിക്കുന്നത് കനകയും ഗോവിന്ദനാണ്. അവരും ഈ വിവാഹത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു. നവീൻ മോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. നവീൻ മോൻ സ്വർണ്ണം ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നന്ദു വരും. നന്ദു വന്നതിൻ്റെയും കനക പറയുന്നുണ്ട് ഞാൻ ഇന്ന് മോളുടെ ജാതകമായിട്ട് ജോത്സ്യൻ്റെ അടുത്ത് പോയായിരുന്നു. അയാൾ പറഞ്ഞു നിങ്ങളുടെ ജാതകം തമ്മിൽ നല്ല ചേർച്ചയാണ്, ഉറപ്പായിട്ടും വിവാഹം നടക്കും, എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തിക്കോളാനൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴും നന്ദു വലിയ തെളിച്ചൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇത്രയും നല്ലൊരു വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞിട്ടും അവളുടെ മുഖത്ത് എന്തെങ്കിലും സന്തോഷമുണ്ടോ എന്ന് നോക്കിയേ എന്ന്. അന്നേരം കനക പറയും ഇനിയിപ്പോൾ ഇവളുടെ സന്തോഷമൊക്കെ ആര് നോക്കുന്നു, ഇതുപോലെ ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ അതങ്ങ് നടത്തും, അല്ലാതെ അതിനപ്പുറം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട് അതിന് നവീനേട്ടൻ്റെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിച്ചോ? ഇല്ലല്ലോ, ഞാൻ പലപ്പോഴും ആ വീട്ടിൽ പോയിട്ടുണ്ട്, ആ സമയത്ത് അവരെൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല, ചില സമയങ്ങളിൽ വെട്ടിത്തിരിഞ്ഞു പോയിട്ടുണ്ട് എന്നെ കണ്ടതുകൊണ്ട് മാത്രം. അങ്ങനെയുള്ള ഒരിടത്തേക്ക് എന്നെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിപ്പിച്ചു വിടാൻ സാധിക്കും എന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട, ഈ വിവാഹം നടക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോയി കഴിയുമ്പം കനക ഗോവിന്ദനോട് പറയുവാണ് കണ്ടോ അവൾക്ക് വിഷമം വേറെയൊന്നുമല്ല, നവീൻ്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ എന്നോർത്താ, ഏതായാലും നവീൻ്റെ അമ്മ സമ്മതിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്തായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക പറയുന്നുണ്ട് അവർ അത്യാവശ്യം നല്ല കാശുള്ളവരാണ്, അപ്പം ആ രീതിയിൽ നമ്മൾ ഇവൾക്ക് സ്ത്രീധനമൊക്കെ കൊടുത്തു വിടണ്ടേ, നമ്മളുടെ അന്തസ്സ് നമ്മൾ നോക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് അന്തസ്സ് നോക്കാനൊന്നും നമ്മുടെ കയ്യിലൊന്നും ഇല്ലയെന്ന് നിനക്കറിയാലോ എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ് ഇങ്ങനെയൊരു വിവാഹാലോചന വന്നപ്പോൾ തന്നെ മൂർത്തി സാറും ആദർശമൊക്കെ പറഞ്ഞായിരുന്നു അവർ മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തിക്കോളാമെന്ന്, അതുകൊണ്ട് അവർ നടത്തിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര അഭിമാനികളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനിക്ക് ഭയങ്കര ടെൻഷനാണ്, നവീൻ ഉറപ്പായിട്ടും ചതിക്കും എന്നുള്ള രീതിയിലാണ് അനി ഇരിക്കുന്നത്. അനി വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് ആദർശം നയനങ്ങോട് വരും. അന്നേരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു, ആദർശേട്ടൻ നവീനെ വിളിച്ചോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ അവനെ വിളിച്ചു, പ്രശ്നമൊന്നുമില്ല, നാളെ ചതിക്കത്തൊന്നുമില്ല, അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ പുറത്തെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, ഇനിയിപ്പം അവൻ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം അവൻ എന്നെ അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകിയേല എന്നൊക്കെ അനി പറയുവേ. അന്നേരം ആദർശ് പറയുമോ അവൻ അങ്ങനെ ചിന്തിച്ചാലും അവൻ്റെ സൈഡിൽ ഒരു ശരിയില്ലേ എന്ന്. അന്നേരം അനി ചോദിക്കും അതെന്താ ആദർശൻ അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം പറയുവാണ് അല്ല അവൻ വിവാഹം ആലോചിച്ച പെൺകുട്ടിയല്ലേ നീ സ്നേഹിക്കുന്നത്, അപ്പോൾ അവന് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ ചിന്തിക്കാമല്ലോ എന്ന്. അതാണോ അവിടുത്തെ നീതി? ആദർശ് എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. പിന്നെ അവർ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഞങ്ങളിന്ന് പോയായിരുന്നു നയനയുടെ വീട്ടിൽ, പക്ഷേ അവർ ഭയങ്കര സന്തോഷത്തിലാണ് ഈ വിവാഹാലോചന വന്നതിന് ശേഷം. അതുപോലെ നന്ദുവിൻ്റെയും നവീൻ്റെയും ജാതകം ചേരും എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പം അനി ചോദിക്കും ആഹാ കൊള്ളാലോ, അപ്പോൾ എനിക്ക് ഡിവോഴ്സും കിട്ടൂല നന്ദുവിനെയും കിട്ടൂല, ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയാത്തത് കൊണ്ടാണ് ഇത് മൊത്തം സംഭവിച്ചത് എന്ന്. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടം ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറഞ്ഞു, എന്നിട്ടും ഒന്നും നടക്കുന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ദേഷ്യമാണ്. ഏതായാലും ഒന്ന് അവിടെ ആശ്വസിപ്പിച്ചിട്ട് ആദർശങ്ങ് പോകും. അത് കഴിഞ്ഞ് ഞാൻ ഈ റൂമിൽ വരുന്നു, എനിക്ക് ആകെ വിഷമമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ടെൻഷനാണ്. എന്നിട്ട് നന്ദുവിനെ വിളിക്കും. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് എടി നാളെ എന്താകുമെന്ന് അറിയത്തില്ല, അവൻ എന്നെ ചതിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടാ നവീനേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിനക്ക്
എന്നെ ഇഷ്ടമാണ് എന്ന് നിൻ്റെ വീട്ടിലങ്ങ് പറഞ്ഞാൽ എന്താ? അതെന്താ നിനക്ക് പറയാൻ പറ്റത്തില്ലേ? ഇനിയിപ്പം നിൻ്റെയും അവൻ്റെയും ജാതകം ചേരും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനിയിപ്പോൾ അത് മതിയെന്ന് നിനക്ക് വല്ല തോന്നലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ദേ അനി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് നീ എൻ്റെ അടുത്തായിരുന്നെങ്കിൽ നിന്നെ ഇടിച്ച് മൂലയിലാക്കിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ അനി എടി എനിക്ക് ആകെ വിഷമാവുക, നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്, നീ എൻ്റെ കൂടെ വരാവോ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് വരാൻ സൗകര്യമില്ല, നിന്നെപ്പോലെ വിശ്വാസം ഇല്ലാത്തതിൻ്റെ കൂടെ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നതാടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം പിന്നെ പറയും നിനക്ക് ആരും വിശ്വാസമില്ലല്ലോ, എന്നെ പോലും വിശ്വാസമില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്ക് വിഷമമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് നന്ദുവിന്. അതുകൊണ്ട് പറയും നാളെ ഞാൻ മാക്സിമം നോക്കാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഫോം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെയും ടെൻഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ നറുക്കിട്ടെടുക്കാൻ വേണ്ടി കുറേ പേപ്പറിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോക്സിൽ. അതിൽ നിന്ന് ഓർമ്മ എടുക്കുമ്പം അതിൻ്റെ അകത്ത് കാണിക്കുന്നു ഡിവോഴ്സ് നടക്കില്ല എന്നുള്ള കാര്യം. അത് കാണുന്നത് ആകെ വിഷമായ പേപ്പറും എടുത്ത് എറിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട് അവൻ എന്നെ ചതിക്കും, എനിക്ക് ഉറപ്പാണ് എന്ന്. അതായത് ഇത്രത്തോളം ടെൻഷനോടെ നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.